2014 മുൻപുള്ള കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മറ്റേ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെയോ അതേപോലെയുള്ള ആളുകളെയോ നമ്മൾ എടുത്തുന്ന ടി വി ചാനലിലെ ചർച്ചകളിലൊന്ന് നോക്ക്. ഇവരുടെ ഒന്നും പെരുമാറ്റമോ പ്രവൃത്തിയോ ഇങ്ങനെയല്ല. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് അതിൻ്റെ കൂടെ സ്വന്തം മെഗലോമാനിയ കൂടി കലർന്നിട്ടുണ്ട് എന്ന് മാത്രം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ ഇരുന്ന ഒരു 5 വർഷക്കാലം പരിഗണിച്ചാൽ BJP നേതാക്കളിൽ നിന്ന് അതിശക്തമായ വിദ്വേഷ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾ, ഇതെല്ലാം ശക്തമായി ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. ഈ സുരേഷ് ഗോപി മാത്രമല്ല, അത് കെ സുരേന്ദ്രനാണ് CPM-ലെ വനിതാ നേതാക്കൾ പിന്നെ മറ്റുള്ളവരിൽ നിന്നും പൈസ അടിച്ചു മാറ്റി തടിച്ചു കൊടുത്ത് പൂതനമാരായി എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയത് കെ സുരേന്ദ്രനാണ്. അത്തരത്തിൽ പല പ്രയോഗങ്ങൾ ഈ നേതാക്കൾ നടത്തുകയും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു കാലമാണ് കഴിഞ്ഞു പോയത്. അപ്പം അതിൻ്റെ ഒരു ടോർച്ച് ബെയറായി തന്നെയാണ് സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നത്. ഇത് ശരിക്കും BJP-ക്ക് കേരളത്തിലൊരു ഗെയിനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതായത് ശരിക്കും പറഞ്ഞാൽ 5 വർഷത്തിനിടയിൽ BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊരു പെർമനൻറ്റ് ആയ ഒരു കാര്യമാണോ, അതോ ഇതിനൊരു ബാക്ക്ലാഷ് ഉണ്ടാവുമോ, എന്താ അത് തോന്നുന്നു? അല്ല, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു പാർട്ടിക്ക് വളരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ദേശീയ തലത്തിലുള്ള ഒരു നേതാക്കളെ കണ്ടു പഠിക്കലും അനുകരിക്കലുമാണ് ഇപ്പോൾ നടന്നത്. ഇപ്പം നമുക്ക് തന്നെ 2014 മുൻപുള്ള കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മറ്റേ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെയോ അതേപോലെയുള്ള ആളുകളെയോ നമ്മൾ എടുത്തുന്ന ടി വി ചാനലിലെ ചർച്ചകളിലൊന്ന് നോക്ക്. ഇവരുടെ ഒന്നും പെരുമാറ്റമോ പ്രവൃത്തിയോ ഇങ്ങനെയല്ല. അവർ കുറേ കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി മാന്യരായിട്ടുള്ള, അവർക്ക് തെറ്റായിട്ടുള്ള വാദങ്ങളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവും. BJP-യുടെ ഇതായിരിക്കും പറയുന്നത്. പക്ഷേ ഈ രീതിയിലല്ല ഇവർ സംസാരിക്കുന്നത്. 2014 ഭരണം കിട്ടുകയും ഒരു പൊതുകൂട്ടം BJP-ക്കാർ ഈ നാഷണൽ ലെവലിൽ പ്രത്യക്ഷപ്പെടുകയും ഇവർക്കൊക്കെ എന്തും പറയാമെന്നും ഏത് തരത്തിലുള്ള വിദ്വേഷവും മറ്റേ പ്രകടിപ്പിക്കാമെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. ബെൻസ്വാഡയിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ രീതിയിൽ പെറ്റുകൂട്ടുന്ന മുസ്ലിങ്ങൾ, മറ്റ് നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഏറ്റവും എങ്ങനെയാണോ നമുക്ക് ഒരു സമൂഹത്തിൽ പ്രധാനമന്ത്രി പോയിട്ട് ഒരു പ്രാദേശിക നേതാവ് പോലും അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു നിമിഷം പോലും തുടരാനായിട്ട് അർഹതയില്ല എന്ന് ആണ് ശരിക്കും ജനാധിപത്യത്തിൽ ആണ് നമുക്കെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അത് കാരണം പ്രധാനമന്ത്രി കാണിച്ചു കൊടുക്കുന്ന വെളിച്ചത്തിലാണ് ഈ BJP-യുടെ എല്ലാ നേതാക്കളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് അതിൻ്റെ കൂടെ സ്വന്തം മെഗലോമാനിയ കൂടി കലർന്നിട്ടുണ്ട് എന്ന് മാത്രം. അതിൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ഒപ്പം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ചേർന്നിട്ടാണ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു.